എൻ്റെ കൂട്ടുകാരിയുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേയാ. അപ്പം ഞങ്ങൾ ഒന്നിച്ച് ജോലി ചെയ്തവരെല്ലാവരും കൂടി അങ്ങോട്ടേക്കൊന്ന് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങോട്ട് പോവാന്ന് പറയാൻ വന്നതാ. ഒരു കാര്യം ചെയ്യ്, ഞാൻ ഡ്രൈവറെ വിടാം, വണ്ടിക്കകത്തങ്ങ് പോ. അയ്യോ വേണ്ട, അത് വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. കൂട്ടുകാരൊക്കെ അവിടെ വെയിറ്റ് ചെയ്യും. പണ്ടത്തെ പോലല്ല, നീ ഇപ്പം കോടീശ്വരനായ റോക്കി ബായുടെ ഭാര്യ. അപ്പം അതനുസരിച്ച് വേണം നീ പോകാൻ. അതാ പറഞ്ഞേ, അവരുടെ മുന്നിൽ ഞാൻ വലിയ കോടീശ്വരിയാന്ന് കാണിക്കാൻ പറ്റൂലല്ലോ. ഞാൻ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ നിൽക്കുന്നതല്ലേ നല്ലത്. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം, കാറും ഡ്രൈവറും ഒന്നും വേണ്ട. എന്നാൽ ശരി, നീ പോയിട്ട് വാ. പിന്നെ ഞാൻ ചേട്ടനെ ഏതെങ്കിലും രീതിയിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലോ ഇനി എന്തെങ്കിലും രീതിയിൽ വേദനിപ്പിക്കാൻ പോകുന്നുണ്ടെങ്കിലോ സോറി, എന്നോട് ക്ഷമിക്കണം കേട്ടോ. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അല്ല, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. എന്നാൽ ഞാൻ പോട്ടെ. ആ ശരി. പൈസ വല്ലതും വേണോ? അയ്യോ വേണ്ട, പൈസ എൻ്റെ കയ്യിലുണ്ട്. ഗൂഗിൾ പേ ഞാൻ ആക്കിത്തരാം ഫോണിനകത്ത്. വേണ്ട വേണ്ട, ഒന്നും ആക്കി തരണ്ട, പോയിട്ട് വരാം. ഉച്ചയാകുമ്പോഴത്തേനും ഇങ്ങെത്താം. വരുമ്പോഴേക്കും എന്തെങ്കിലും നല്ല ഫുഡ് ഉണ്ടാക്കി വെക്കാം. കൊന്നേക്കട്ടെ. അയ്യോ കൊല്ലണ്ട. കൂടോത്രം ചെയ്തങ്ങ് കൊന്നേക്കട്ടെ. കൊല്ലണ്ട. പിന്നെന്താ വേണോന്നാ? എന്നാ ശരി, കയ്യും കാലും അങ്ങ് പിരിച്ചൊടിച്ച് ചാത്തന്മാരെ വിട്ട് പിരിച്ചൊടിച്ചെടുക്കട്ടെ. കയ്യും കാലും തല്ലിയൊന്നും ഓടിക്കണ്ട. പിന്നെ അവള് നാട് വിടണം, അവള് നാട് വിട്ടു പോണം. എൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ മോൻ്റെ തലേന്നും അവളും അവിടെ കുടുംബവും ഇറങ്ങി ഒഴിഞ്ഞു തരണം. എനിക്ക് അത്രയേ വേണ്ടൂ. ഹൈ, നാട് കടത്താനുള്ള കാര്യത്തിനൊക്കെ എന്നെ വിളിക്കണോ? എൻ്റെ ശിഷ്യന്മാരെന്നൊക്കെ നോക്കത്തില്ലേ? ശരി, ഞാൻ തന്നെ ഏറ്റെടുക്കാം. യശോദേ, നാളത്തെ കറിക്ക് പോത്തുണ്ടോ? പോത്തില്ല. എന്നാ ശരി, കുറച്ച് പോത്തും ഒരു 2 പോത്ത് ജീവനോടെ, 2 ആട്, 4-5 കോഴി, കാട്ടുകോഴി തന്നെ വേണം, കറുത്ത നിറം. നിങ്ങളെല്ലാം നാളെ തന്നെ നിങ്ങളുടെ പണിക്കാരനെ വിട്ട് ഇവിടെ തരിക്കണം. കുറച്ച് പൈസ ചെലവാകും. പണം എനിക്കൊരു പ്രശ്നമല്ല, എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം. പക്ഷെ കാര്യം നടക്കണം. അവൾ ഒഴിഞ്ഞു പോണം. ഒഴിഞ്ഞു പോന്ന ഞാൻ എൻ്റെ കണ്ണിൽ കാണണം. പണി എനിക്കറിയാം. ഉടനെ തന്നെ അവൾ നാട് വിടും. ഇന്നെങ്കിൽ ഇന്ന് അവളെ ഞാൻ നാട് കടത്തും. നിങ്ങൾ ധൈര്യമായിട്ട് പോയിട്ട് വരി. ശരി ശരി, ഞാൻ ഇറങ്ങട്ടെ. നിങ്ങളിലാണ് ഇനി എൻ്റെ പ്രതീക്ഷ. ഹലോ അച്ഛാ, സീതയ്ക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എന്താ? അച്ഛൻ അറിയത്തില്ലല്ലോ മോനെ, അമ്മയോടൊന്ന് ചോദിക്കോ. ഈ തള്ള എന്തിനീ കിടന്ന് വിളിക്കുന്നേ? ഹലോ അമ്മേ. എന്താ മോനെ? അമ്മേ, സീതയ്ക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഒന്ന് പറയാവോ? ഇല്ല, കുറച്ച് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനാ. അവക്ക് പുട്ട് ഭയങ്കര ഇഷ്ടമാ. ആണോ? ഓക്കെ അമ്മേ, ശരി. ഹലോ, എന്തോ അമ്മേ, പോയ കാര്യം നടന്നോ? എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയൊരു പോത്തിനെ മേടിച്ച് കൊടുക്കണം, നാട് വിടിയിപ്പിക്കാന്നാ പറഞ്ഞത്. ശരി, നിൽക്കുമ്പോൾ 1 മിനിറ്റ്. എടി എവിടെ നീ? ഞാനിവിടെ ബസ് സ്റ്റോപ്പിന്റെ ഫ്രണ്ടില്. എടി ഇങ്ങോട്ട് നോക്കടി. ഇടി വെള്ളക്കാർ ഇങ്ങോട്ട് നേരെ നോക്കടി. കണ്ട്. നീ എന്തോ അങ്ങോട്ടൊക്കെ പോയേ? ഞാൻ ശ്രദ്ധിച്ചില്ല. അയാളെങ്ങോട്ട് പുറേ വന്നാലോ? പൈസ എവിടെ? അയ്യോ, അങ്ങേരെങ്ങനെ നിന്റെ പുറകെ വരുവോ? ഇല്ല, വേഗം പൈസ താ. പൈസ ഫുള്ള് ഇതിനകത്താക്കിയിട്ടുണ്ട്. 10 ലക്ഷം ഉണ്ടല്ലോ. 750 രൂപയുടെ കുറവുണ്ട്. ഞാൻ പറഞ്ഞില്ലേ പൊറോട്ടയും ബീഫും കഴിച്ചു. വേഗം പോയിട്ട് വേട്ടോ. എടാ രമണ. എന്താ അമ്മേ, എന്തിനാ ഇങ്ങനെ ഇടന്ന് വിളിച്ചോണ്ടിരിക്കുന്നേ? അമ്മ എവിടെ പോയതാ? നീ അവിടെ ഭാര്യയ്ക്ക് പാചകിച്ചോണ്ട് നിന്നോ? നിന്റെ പെണ്ണുമ്പള ഞാൻ പറഞ്ഞതുപോലെ അവിടെ മറ്റവന്റെ കൂടെ പോയി. വെറുതെ ഇല്ലാത്തത് പറയല്ലേ. ഞാനിപ്പോ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ, രണ്ടും കൂടി കാറിന്റെ അടുത്ത് നിന്ന് സംസാരിക്കും, പിന്നെ ബാങ്കിലോട്ട് കയറി പോകുന്നതും. നീ കൊടുത്ത പൈസയായിട്ട് അവർക്ക് മുങ്ങാനാടാ. നീ ഒരു മണ്ടനായി പോയല്ലോടാ പൊട്ടൻ കുണാപ്പി.
എടാ ഹലോ 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 ആ ഹലോ. സീതേ, നീ എവിടാ? സത്യം പറ. ഞാൻ അഭിലാഷിനെ കാണാൻ വന്നതാ. മാമ അല്ല അച്ഛാ. ചേട്ടാ, ചേച്ചി എന്തിയേ? പോവന്നെ എണീറ്റ് അങ്ങോട്ട്. ഇവിടെന്താ ഇത്ര സമയമായിട്ട് വരാത്ത? ഇത്രയും സമയം എടുക്കുവോ? കട്ടാക്കുവാണല്ലേ. ഹലോ, നീ എവിടാ? നീ എന്നെ പറ്റിച്ചല്ലേ? ആടാ പറ്റിച്ച്. നീ എന്നെ കുറെ പറ്റിച്ചില്ലേടാ. ഹലോ ഹലോ. വെച്ചിട്ട് പോടാ പെണ്ണുപിടിയാ. അയ്യോ, 10 ലക്ഷം പോയി, പൈസയും പോയി, പെണ്ണും പോയി, എല്ലാം പോയി. ഹലോ, ഞാനാ ശീതള. ശീതളാണോ? ചേട്ടായി വീട്ടിലില്ലെന്ന് പറയാൻ വിളിച്ചതാ. ആണോ? എനിക്ക് പനിയാ, ഞാൻ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കാം. ചേട്ടായി വരുന്നില്ലേ? ഹലോ. ഈരിക്കോടൻ ചാത്താ. പോത്തിന് ഇന്ന് തന്നെ മേടിച്ചോണ്ട് കൊടുക്കണം. അവള് പോയി, എന്നെ ചതിച്ചിട്ട് പോയി, എന്റെ പൈസ എല്ലാം പോയി. കടമായി ഞാൻ 10 ലക്ഷം രൂപ. അവിടെ കാമുകന് 10 ലക്ഷം രൂപ കൊടുത്ത്, ഇങ്ങേർക്ക് 10-30 ലക്ഷം രൂപ കൊടുത്ത്, എന്റെ വീട് വസ്തു ഞാൻ പണയം വെച്ചിട്ട് ഇതെല്ലാം ചെയ്തത്. എന്റെ അമ്മ പറഞ്ഞ ഞാൻ കേട്ടില്ല, അതാ ഞാൻ ചെയ്ത തെറ്റ്. ചേട്ടാ, ചേച്ചി ടാബ് കൊണ്ടുപോയോ? ഇല്ലെങ്കിൽ എനിക്ക് തരണേ. കേട്ടോ. എന്തുവാ? അവള് പോയി മാമ. അവൾ അവന്റെ കൂടെ പോയി. എന്റെ അമ്മ പറഞ്ഞത് ഞാൻ കേട്ടില്ല. അവള് പോയി. അവള് എന്നെ എല്ലാം കൊണ്ട് പോയി. അയ്യോ, ഞാൻ എന്തോ കേക്കുന്നേ? ആരിറങ്ങിപ്പോയെന്നാ? എന്റെ മോൾ അങ്ങനെ ചെയ്യത്തില്ല. എടിയേ, ഞാൻ എന്തോ ചെയ്യും ഭഗവാനേ. അവള് കുടുംബത്തിന് നാണക്കേടുണ്ടാക്കാൻ ഇവള് തെണ്ടിത്തരം കാണിച്ചല്ലോ എന്റെ ഭഗവാനേ. അവളെ എവിടെയെങ്കിലും ടൂർ കൊണ്ടുപോയി എന്ത് എങ്ങും കൊണ്ടുവന്ന് വീട്ടിനകത്ത് വെച്ച് കഴിഞ്ഞപ്പോ അവള് ഇറങ്ങിപ്പോയതായിരിക്കും. നിങ്ങൾ കൂടുതൽ ന്യായീകരിക്കരുത്. ചെറുക്കന്റെ കയ്യിൽ നിന്ന് മേടിച്ച കാശെല്ലാം തിരിച്ചു കൊടുത്തോ. അന്തസ്സുള്ളവളാണെങ്കിലേ വല്ലവന്റെ കൂടെ ഇറങ്ങിപ്പോവല്ലേ ചെയ്യുന്നത്. അവള് വീട്ട് പോയി പഠിച്ചൊരു ജോലി മേടിച്ചിട്ട് അവൾ അന്തസ്സായിട്ട് അവർക്ക് ഇഷ്ടമുള്ളവരെ കെട്ടിയേനെ. അല്ലാതെ ഒരു ചെറുക്കനെ വഴിയാധാരമാക്കി അവന്റെ കാശും കൊണ്ട് ഓടുവല്ലേ ചെയ്യുന്നത്. എന്റെ മോളെ ഞാൻ ഒരിക്കലും ഇതിനെ സപ്പോർട്ട് ചെയ്യത്തില്ല. എനിക്ക് ആരും ഒന്നും തരണ്ട. എന്റെ ജീവിതം തൊലഞ്ഞ്. ഇതിലും ഭേദം വീട് ജപ്തിയായി പോന്നെയായിരുന്നു ഈശ്വരാ. അയ്യോ, ചേട്ടാ, ചേച്ചി വരുന്നു. നീ എവിടെ പോയടി? ഞാൻ ഒളിച്ചോടി പോയതൊന്നും അല്ല. നിങ്ങൾ അവന് കൊടുത്ത 10 ലക്ഷം രൂപയില്ലേ, അത് തിരിച്ചു മേടിക്കാൻ പോയതാ. അവനെ ട്രാപ്പിലാക്കിയതാ ഞാൻ. അയ്യോ അയ്യോ, എന്റെ മോളെ. ആ പൈസ മൊത്തം ഉണ്ട്. അത് പറ. ഞാൻ പറഞ്ഞില്ലേ എന്റെ മോൾ അങ്ങനത്തെ ഒരു പരിപാടി ചെയ്യത്തില്ല. ആ പൈസ ഇഞ്ഞു കൊണ്ടു അച്ഛൻ വെച്ചോളാം. അയ്യടാ, അവിടെ മാറിയിരുന്നേ. കൊറേ മേടിച്ചില്ലേ ആ പാവത്തിന്റെ കയ്യിൽ നിന്ന്. പൈസ ഉണ്ട്. പൈസ മോള് വെച്ചോ. സത്യമായിട്ട് ഞാൻ ഒരു നിമിഷം നിന്നെ തെറ്റിദ്ധരിച്ചു പോയി. അതുപോലൊക്കെ അറിഞ്ഞത്. നീ പിന്നെ എവിടെ പോയതാ? എത്ര വട്ടം ഞാൻ ഫോൺ വിളിച്ച്, ഒരു വട്ടം നിനക്ക് എടുത്തുകൂടായിരുന്നോ? എന്നാ പിന്നെ ഞാൻ എൻ്റെ ജീവൻ അങ്ങ് പോയി. നീ ഇല്ലാതെ എനിക്കൊരു നിമിഷം പറ്റത്തില്ല. ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്ക്. പണമാണ് ജീവിതത്തിൽ ഇമ്പോർട്ടന്റ്. ഏതൊരു മനുഷ്യനും പണം ഇല്ലെങ്കിൽ പിണവാ. പെണ്ണിനെ അല്ല സ്നേഹിക്കേണ്ടത്, പണത്തെയാ. എന്തായാലും നിങ്ങൾ സന്തോഷമായിട്ട് ഇരുന്നാ മതി. എവിടെയെങ്കിലും ട്രിപ്പിനൊക്കെ പോകാൻ നോക്ക്. ഞങ്ങളും വരാം. അല്ലയോ മോളെ? ഇത്രയും നാൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു മനുഷ്യനെ വേദനിപ്പിച്ചിട്ട് എനിക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ചേച്ചി, ഇനിയെങ്കിലും എനിക്ക് ആ ടാബ് തരുമോ? നിനക്ക് പഠിക്കാനൊന്നും ഇല്ലേടി? ഇപ്പൊ ഇരുന്ന് പഠിച്ചേ. പോവുക.